അത് നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എനിക്ക് ക്ലിയർ ചെയ്യാനുള്ളത്, ഞാൻ ഒരുപാട് പാപഭാരങ്ങളെ ചുമന്നാണ് നടക്കുന്നത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA-ക്കെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. നിങ്ങളത് ഇനി അത് വിശദീകരിക്കുകയല്ലാതെ രക്ഷയില്ല. ഞാൻ ഉന്നയിച്ച സമ്മേളനത്തിന്റെ തൊട്ട് മുമ്പ്, ആ ഡേറ്റും മാസമൊന്നും ഞാൻ ഓർക്കുന്നില്ല ഏത് സമ്മേളനമാണ്, ആ സമ്മേളനത്തിന്റെ തൊട്ട് മുമ്പാണ് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ചർച്ച വരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരന്തരമായ ആരോപണങ്ങൾ അന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ നിരവധിയായ ആരോപണങ്ങൾ സഭയിൽ കൊണ്ടുവരുന്നുണ്ട്. സത്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അന്നൊക്കെ ഭയങ്കര വിഷമവും ഇവരോടൊക്കെ ഭയങ്കര വിദ്വേഷവും ഉണ്ടായിരുന്നു. അതൊരു വസ്തുതയാണ്. കാരണം ഇതിലൊന്നും ഒരു അടിസ്ഥാനവുമില്ല. ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഏകാംഗമായി ആക്രമിക്കുകയാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ പല ഘട്ടത്തിലും എനിക്ക് തോന്നി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. ഈ ഘട്ടത്തിലാണ് പാർട്ടിയുടെ ലീഡർഷിപ്പ് മായി സംസാരിച്ചിട്ടാണ് എന്ന് പറയുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയാണ് ഇങ്ങനൊരു വിഷയമുണ്ട്, അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു. അന്ന് ആ സഭ പെട്ടെന്ന് എന്തോ ഒരു കാരണമുണ്ടായി വെച്ച ഡേറ്റിന്റെ ഒരു 3-4 ദിവസം മുമ്പ് സഭ ക്ലോസായി. അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള സഭ വരുമ്പോഴാണ് ഈ വിഷയം ഡ്രാഫ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് തരികയും ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇത്രയും ഒരു 150 കോടി രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്, ഇന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്, കൃത്യമായി ടൈപ്പ് ചെയ്ത് തന്നിട്ടാണ്. MLA ഇത് ഉന്നയിക്കണം സഭയിൽ. അപ്പൊ എനിക്കും ആവേശം വന്നു. സ്വാഭാവികമായി ഞാൻ ഈ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് 150 കോടി രൂപ കൈക്കൂലി വാങ്ങിയ ഒരു പാർട്ടി ലീഡർഷിപ്പ് ഈ പറയുന്ന നിരപരാധിയായ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഈ രീതിയിൽ സഭയിലിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെനിക്കുണ്ടായ മാനസിക സംഘർഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, ഞാൻ പലപ്പോഴും പറഞ്ഞു എന്റെ പിതാവിനെ പോലെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്, അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അപ്പോ ഞാൻ വെറുതെ ഒരു വാക്ക് വെച്ചത്, വേറെ ആരെങ്കിലും ഒഫീഷ്യൽ ഉത്തരവാദിത്തപ്പെട്ട MLA-മാർ പാർട്ടിയുടെ ലീഡർഷിപ്പ് ആരെങ്കിലും ഉന്നയിക്കല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ P. ശശി പറഞ്ഞത് നിങ്ങൾ തന്നെ ഉന്നയിക്കണം, MLA ആണ് അതിന് ഫിറ്റ് ആയിട്ടുള്ള ആള്, MLA കൃത്യമായിട്ട് പറയണം. അങ്ങനെ ആ സഭ, അപ്പം ഞാൻ ചോദിച്ചു, ഇത് സഭാരേഖകൾ അത് സ്പീക്കറുമായി സംസാരിച്ച് പാർട്ടി അതിന് പെർമിഷൻ എടുത്തോളൂ. നിങ്ങളത് മനസ്സിലാക്കണം, ഞാൻ ആ ഉന്നയിച്ച ആരോപണം വെറുതെ വിളിച്ച് പറഞ്ഞല്ല. സ്പീക്കർക്ക് പരാതി നൽകി, ഉന്നയിക്കാനുള്ള വിഷയം സ്പീക്കർക്ക് നൽകി, വിത്ത് ദ പെർമിഷൻ ഓഫ് ദ സ്പീക്കറാണ് ഞാൻ സഭയിൽ ഉന്നയിച്ചത്. അപ്പോ ആ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പാർട്ടി ലീഡർഷിപ്പും ശശിയുമാണ്. അങ്ങനെയാണ് അന്ന് അവരത് പറയുമ്പോൾ എനിക്ക് ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലും എന്റെ ഈ വ്യക്തിപരമായ വികാരത്തിന്റെ അടിസ്ഥാനത്തിലും ആ പാർലമെന്റ് ഇലക്ഷന്റെ മുമ്പുള്ള സമ്മേളനത്തിലാണ്, അതിന്റെ ഒരു 2-3-4-5 മാസം മുമ്പാന്ന് തോന്നുന്നു എനിക്ക് ഇത് ഉന്നയിക്കപ്പെടുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ വസ്തുത. അപ്പോ എന്നെ പാർട്ടി ഏൽപ്പിച്ച ഭാരം ഞാൻ ഡെലിവർ ചെയ്തു. അവരെഴുതി തന്ന കാര്യങ്ങൾ ഞാൻ സവിസ്തരം, ഞാനൊരു വാക്ക് ചോദിച്ചു, ശശിയേട്ടാ ഇതിൽ കാര്യം ശരി തന്നെയല്ലേ? പൂർണ്ണമായിട്ടും ശരിയാണ് MLA, നിങ്ങൾ ധൈര്യമായി പറഞ്ഞോളൂന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അത് കഴിയുകയും അത് വിജിലൻസിൽ എന്റെ പ്രസംഗം ഒഫീഷ്യലായിട്ട് വിവരാവകാശ പ്രകാരം ഒരു വ്യക്തി ശേഖരിക്കുകയും അത് ശേഖരിച്ചതിന് ശേഷം ഇവിടുത്തെ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ പരാതി നൽകുകയും ചെയ്യാണ്. കോടതി അന്വേഷിക്കാൻ പറയുകയും പ്രൈമ ഫേസി അന്വേഷണം നടത്താൻ പറയുകയും ആ അന്വേഷണം നടത്തി ഇതിൽ വസ്തുത ഇല്ല എന്ന് പറഞ്ഞ് മടക്കി കൊടുത്ത്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. പക്ഷെ അന്ന് എനിക്ക് വലിയ വികാരം ഉണ്ടായിരുന്നു, ഞാൻ പല ഘട്ടത്തിൽ അത് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ പിന്നീട് ഇപ്പോഴത്തെ ഒരു ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശശി അന്ന് മുതലേ തുടങ്ങിയിരിക്കണം എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണം എന്ന അദ്ദേഹത്തിന്റെ ആ പ്ലാനിങ്. അതിന് ആ ഘട്ടത്തിൽ ആരൊക്കെ അതിന്റെ പിന്നിലുണ്ടാകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിന്റെ പിന്നിൽ അന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ
പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എന്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് ഇതിന്റെ മറ്റൊരു ഭാഗം. ഇനി നമ്മുടെ മലയോര വിഷയവുമായി ബന്ധപ്പെട്ടാൽ ഇപ്പോൾ വരുന്ന ഈ ബില്ല് അമെൻമെന്റ്, ഇത് കേരളത്തിലെ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന അമെൻമെന്റാണ്. ഇവിടെ സാധാരണ നിങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യാറുള്ളത്, മുഖ്യമന്ത്രി അടക്കം വനമന്ത്രി അടക്കം MLA ആയ ഞാനടക്കം ജനങ്ങളോട് ഈ വന്യമൃഗ ആക്രമണം ഉണ്ടാകുമ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, നമുക്കിതിൽ പരിമിതിയുണ്ട്, ഇത് കേന്ദ്ര നിയമങ്ങളാണ്, അതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിനോടൊപ്പം ഇത് 961 സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ ഒരു വനനിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള വനനിയമമുണ്ട്. പക്ഷെ അത് കേന്ദ്ര നിയമത്തിനോട് യോജിക്കുന്നതായിരിക്കണം. ആ വനനിയമത്തിലാണ് ഇവിടെ ഭേദഗതി വരുത്തുന്നത്. അതിലേറ്റവും വലിയ ഭേദഗതി, നിങ്ങളിത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. നിങ്ങളിത് മലയോര കർഷകരുടെ മാത്രം പ്രശ്നമായി കാണണ്ട. തിരുവനന്തപുരം ടൗണിൽ കുരങ്ങിനെ കൊണ്ട് ജീവിക്കാൻ വയ്യ എന്ന് ഇന്ന് രാവിലെ MLA ഓഫീസിൽ വന്ന ഒരാളെന്റെ അടുത്ത് പറയാണ്, സാറേ ഇത് വിടരുത് കേട്ടോ, ഞങ്ങളൊക്കെ ജനലും വാതിലും അടച്ചാ ജീവിക്കുന്നതെന്ന്. പന്നി, സെക്രട്ടേറിയറ്റ് വളപ്പില പന്നി. അപ്പൊ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും ജീവിതം ദുസ്സഹമാക്കുന്ന അവസ്ഥയിലേക്ക് പോവാണ്. 1.5 കോടി ജനങ്ങൾക്ക് എന്തായാലും ജീവിക്കാൻ വയ്യ. അപ്പം ഇവിടെ ഫോറസ്റ്റിന്റെ ഒരു നിസ്സഹായാവസ്ഥ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ, ഈ ഒരു വിഷയത്തിൽ ഒരു പിന്മാറ്റം നമ്മൾ എല്ലാ ഘട്ടത്തിലും കണ്ടിട്ടുള്ളതാണ്. അവരുടെ ആവശ്യം ജനങ്ങൾ പ്രതിസന്ധിയിലായി, പ്രയാസത്തിലായി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇറങ്ങണം എന്നാണ്. അതാണ് അവരുടെ ആവശ്യം. അപ്പൊ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അധികമായ അധികാരം കൊടുക്കണം. നിങ്ങളത് മനസ്സിലാക്കണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഈ പറയുന്ന ലോ ആൻഡ് ഓർഡറിൽ ഇടപെടാനുള്ള ഒരു അധികാരവും ഇല്ല. ഫോറസ്റ്റ് ഓഫീസറുമായോ ഓഫീസുമായോ ഡിപ്പാർട്ട്മെന്റുമായോ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പോലീസിൽ ഇൻഫോം ചെയ്ത് പോലീസ് വന്നിട്ട് വേണം നടപടി സ്വീകരിക്കാൻ. പക്ഷേ ഈ അമെൻമെന്റ് എന്ന് പറയുന്നത് പോലീസിനുള്ള അതേ അധികാരം ഫോറസ്റ്റിലേക്ക് കൈമാറുകയാണ്. എക്സ്ട്രാ അഡീഷണൽ പവേഴ്സ് ദേ ആർ ഗിവിംഗ് ടു ദ ഫോറസ്റ്റ്. അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിന് പറയുന്നത് എന്താണ്, ഈ ഫോറസ്റ്റിന്റെ ഏരിയകളിലൊക്കെ വലിയ ഗാങ്ങുകളുണ്ട്, അവരുടെ ആക്രമണത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കുക. ഗാങ് എന്നുള്ള വാക്കാണ്. നിങ്ങൾ ആ ഇംഗ്ലീഷ് അവിടെ ഇതെടുത്ത് വായിക്കണം, എന്താ പറയാ, അമെൻമെന്റ് എടുത്ത് വായിക്കണം. ഗാങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഗുണ്ടാസ് ആണ് ഗാങ്. മലയോര മേഖലയിൽ ജീവിക്കുന്നവരെ ഗാങ് എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് അമെൻമെന്റ് ചോദിക്കുന്നത്. ആ അമെൻമെന്റ് ഇവിടെ പാസ്സായാൽ ഇപ്പം നടക്കുന്ന രീതിയിൽ ഒരു സമരം നടത്താനോ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനോ സാധിക്കില്ല. നേരിട്ട് അറസ്റ്റ് ചെയ്ത് ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ റിമാൻഡ് ചെയ്യാനുള്ള അധികാരം കൂടിയാണ് കൊടുക്കുന്നത്. ഇതാരാ പാസ്സാക്കുന്നത്? ഇവിടെ മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടാണ് ഈ കരട് പ്രഖ്യാപിക്കുന്നത്. മലയോര മേഖലയിലെ ജനങ്ങളുടെ എന്താ പറയാ കാവൽക്കാരെന്ന് പറയുന്ന മാണി കോൺഗ്രസിന്റെ മന്ത്രിമാരുൾപ്പെടെയാണ് ഇതിനെ റെക്കമെൻഡ് ചെയ്ത് ഒപ്പിട്ടിരിക്കുന്നത്.